ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് എവിടെയാണ് പോകുന്നത്? ജനറൽ ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. എല്ലാ സാധനങ്ങളും സെറ്റായിട്ടുണ്ട്. ഇത് മുകളിൽ പോകാനൊരുങ്ങിയിട്ട് ഇരിക്കാൻ കേട്ടോ. ഹായ് ഹായ്. അപ്പം അമ്മച്ചി വരുന്നില്ല, ആദ്യം കൊണ്ടുപോകാത്തതുകൊണ്ട് അമ്മ പിന്നെ ഇവിടെ നിൽക്കണം കേട്ടോ. അമ്മ സ്കൂളിലൊക്കെ വിടണ്ടേ. അപ്പം ഞാനും ലിതിമൂളാണ് പോകുന്നത്. 2 ദിവസം വേണ്ടല്ലോ. അപ്പം എന്തായാലും പോയിട്ട് വരേ. മുഖമൊക്കെ ഒരു പരുവത്തിലായി. എടുത്താ അതിന് വീഡിയോ എടുത്തേ. പൊടിമീനാ എത്ര രൂപയ്ക്കാ ഉള്ളത്? കുറച്ച് മതി. ഇല്ലടാ, അമ്മയുണ്ട് ഇവിടെ. പത്ത് മണിക്ക് അഡ്മിറ്റ്. എനിക്ക് ഒരു കുഴപ്പമില്ല. എൻ്റെ പൊന്നമ്മച്ചി, എൻ്റെ കാല് വരഞ്ഞു കീറിയിട്ടുണ്ട്. അമ്മയുടെ കാലിനൊരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ കാലൊരു പ്രശ്നം. കാലം തേച്ചിടുന്ന സൂപ്പറായിട്ടൊന്ന് തേക്കും. ഞാൻ തേക്കുന്നുണ്ട്. തേക്കാത്തതിൻ്റെ അല്ല, കാലാവസ്ഥയുടെ മണ്ണേ മണലല്ലേ ഇവിടെ. അതിൻ്റെ പിന്നെ മണലായിട്ടൊന്നുമില്ല, കാല് ഉപ്പൊരു തേക്കണം. പിന്നെ ധൈര്യമുള്ള ആൾ കൂടെ ഉള്ളിട്ട് കുഴപ്പമില്ല. മിക്കവാറും ഇത് വീടരുതട്ടെ. ധൈര്യമുള്ള ആള്. എനിക്ക് ധൈര്യത്തിന് കുറവൊന്നുമില്ല. അങ്ങനെ ബുദ്ധിമുട്ടൊന്നും അന്നേരം വിളിക്കണം കേട്ടോ. എന്തേലും ഞാൻ തല ഇറങ്ങുമെന്ന് പറഞ്ഞോണ്ട് ഓപ്പറേഷൻ ആയിട്ട് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ആരെ ഓപ്പറേഷൻ കിട്ടി കഴിഞ്ഞിട്ട് അല്ല, അതില് അതിനൊരു ബോധം എന്താണെന്ന് വെച്ചാൽ വിളിച്ചു പറഞ്ഞാലേ ഞങ്ങൾക്ക് വരാൻ. നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതെ. അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ കുറച്ചു നേരം പ്രാർത്ഥിച്ചു കേട്ടോ. ഇവിടെ ഓട്ടോ വരും. ഈ ഫോൺ എടുത്തില്ലേ? അവന്റെ മേലെ ഇരുന്നേ. എവിടെ? അവരോട് ചോദിക്കണോട്ടോ. രണ്ടുപേരും നിൽക്കണോ കേട്ടോ. അത് ചോദിക്കാം. വ്യാഴാഴ്ചത്തെ കാര്യം. എനിക്ക് ഡ്രസ്സും കൊണ്ട് വരാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങോട്ടും കൂടെ തുറക്കാൻ പറ്റുള്ളൂ. കിട്ടിയാടാ വേഗം ഉണ്ടാ ചേട്ടനെ വിളിക്കും. ഉള്ളിലോട്ട് വരും കേട്ടാ. തിരിക്കാം. എവിടെ എവിടെ ആദ്യം? ഓ അടിപൊളിയായിട്ട്. 2 മിനിറ്റ് കൊണ്ട് ഒരുങ്ങിയല്ലേ? 2 മിനിറ്റ് വേണ്ട. അപ്പോൾ പോകുന്ന വഴിക്ക് 2-3 പള്ളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയുടെയൊക്കെ വീഡിയോ എടുത്ത് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഉള്ളിൽ ഒപ്പി. ഇതിലെ പോയാലും മതി. ഇതിലിങ്ങനെ കയറാം. ആ കൊച്ചു പറഞ്ഞു ഇത് 3 അത് 3 ശരി. ഇത് ഞങ്ങളുടെ
അതിന് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. നമ്മൾ വാർഡിലേക്ക് പോകണം കേട്ടോ. റൂമിൽ അഡ്മിറ്റായി. ഇനി നമ്മൾ ഫുഡ് മേടിക്കാൻ വേണ്ടി പോകാം. ഇനിയിപ്പോൾ അവിടെ ഫുഡ് കിട്ടാനില്ല. അപ്പോൾ ക്യാൻറ്റീനിൽ പോയി ഫുഡ് മേടിക്കാം. അവിടെ ചാടിക്കില്ല കേട്ടോ എൻ്റെ കുഞ്ഞു അതെല്ലാം പറയും. അപ്പോൾ സമ്മതപത്രം എഴുതാനുള്ള തിരക്കിലാണ് കേട്ടോ ലിതി മോള്. നീ വെള്ളം കുടിച്ചോ? ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. അത് അടുത്തതാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ടായിരുന്നു നിമിസ് കുഞ്ഞാഴ്ച എഴുതുമ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. നമ്മളുടെ ലിതിമോളെ ഇവിടെ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോൾ വ്യാഴാഴ്ചയാണ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. സിസേറിയനാണ്. അപ്പോൾ അതുവരെ ഇവിടെ വാർഡിൽ അഡ്മിറ്റാണ്. അത് കഴിഞ്ഞും വാർഡിൽ കിടക്കണം. അപ്പോൾ ഞാനാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ അടുത്ത് നമ്മളെ അറിയാവുന്ന ഒരു വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുകയാണ്. കാണാൻ എല്ലാവരും കൂടെ വരെ കേട്ടോ. ഓക്കെ. യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകണത്. ആ ആക്കിയില്ലല്ലോ. ഇല്ല. ആ 15 രൂപയുണ്ട്. എൻ്റെ അക്കൗണ്ടിൽ കിടപ്പുണ്ട്. ഒരു 19 രൂപ പോരെ 2 ചായയും കടിയും മേടിക്കുന്നതിന്. ഞാൻ കടയിൽ പോട്ടെ കേട്ടോ. നിനക്ക് ഒരു കടി 2 കടി വേണ്ടേ? ആ മേടിച്ച് നോക്കാം. 2 ചായ 12 വെച്ചല്ലേ? എൻ്റെ ബാക്കി നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ചായ മേടിക്കാൻ പോകണം ക്യാൻറ്റീനിൽ. കടയിൽ പോയിട്ട് എന്തൊക്കെ മേടിച്ചു കാണാം. അടിപൊളി ഇലയുടെ പഴംപൊരി കൊള്ളാം കേട്ടോ. പഴംപൊരി എൻ്റെ പഴംപൊരി കുടിച്ചോ. ചായ ഇലയുടെ കേട്ടോ. നല്ല ഇലയുടെ നല്ല അടയാ. വീട്ടിൽ നിന്ന് ആശുപത്രി വന്നപ്പോൾ ഓരോ തിന്നാൻ എന്നാ വേണ്ടേ? പറ മേടിച്ചോണ്ട് വരാം. പിന്നെ എല്ലാം ഗ്യാസുള്ള സാധനങ്ങളായി. ഉഴുന്നോടെയൊക്കെ വേണ്ട. അതാ മേടിക്കാത്ത. ഉണ്ടയും ഉഴുന്നോടെയൊക്കെ. അതാ ഞാനിത് മേടിച്ചത്. പിന്നെ പഴംപൊരി നിനക്ക് ഇഷ്ടമല്ലേ? അത് കുഴപ്പമില്ല. ഒരെണ്ണമൊക്കെ തിന്നാം. കഴിക്കുന്നു. ഓക്കെ. ഞാനും കഴിച്ചോട്ടെ. ചൂടുള്ള ഇലയുടെ കേട്ടോ. സ്മൂത്തായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഞാനെൻ്റെ വീഡിയോ എടുക്കാനൊക്കെ. പിന്നെ നമ്മുടെ ഇവിടെ വെച്ചിട്ട് ഇപ്പോൾ അവിടെ വെച്ചൊരു ചേച്ചീനെ കണ്ടു. വീഡിയോ കാണുന്നതാണ് അവളുടെ അസുഖമൊക്കെ മാറിയെന്ന് ചോദിച്ചെന്നോട്. ചേച്ചി കുഴപ്പമില്ല, ഞാനിത് കൊണ്ട് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കിയിട്ട് ആ ചേച്ചി കണ്ടില്ല. അപ്പോൾ ചേച്ചി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായി. പിന്നെ രാവിലെ ഒരു ചേട്ടനും ചേച്ചിയും നമ്മുടെ ഇവിടെ എറണാകുളത്തുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇവിടെയൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക. നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാം. എനിക്ക് വേറെ പണിയൊന്നുമില്ല. അങ്ങോട്ട് തുറക്കുള്ളൂ. നാളെ ഇനിയിപ്പോൾ ജിതുബോക്ക് പുറത്തിറങ്ങണ്ടേ? ഡോക്ടറെ കാണാൻ പോകണ്ടേ? ഇപ്പം എന്തിനാ വിളിച്ചത്? ബി പി നോക്കാനാ? എവിടുന്ന്? കയ്യിൽ നിന്ന് ഊത്തിയെടുക്കുന്ന ബ്ലഡ് അല്ലേ? കഴിച്ചോ കഴിച്ചോ. ഞാൻ പഴംപൊരി ഓർമ്മ കഴിച്ചു. കഴിച്ചോ കഴിച്ചോ. കഴിക്കടി.
8 വയസ്സിന് മുഖത്ത് അടിഞ്ഞെടുക്കുന്നതിന് ഒരു കുറവില്ല. സുന്ദരി കഴിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ ചായ ഒക്കെ കുടിക്കട്ടെ, ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പുറത്തിറങ്ങിയേക്കാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അത് മേടിക്കാനായിട്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയി മേടിക്കാമെന്ന് വിചാരിച്ചു. ഷെയർ സെറ്റ് പിന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങളെ അത് മേടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മളിത് ഫ്രണ്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അവിടെ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്, അവിടെ നിന്ന് മേടിക്കാൻ നിർത്തണേ. അപ്പോൾ അതെവിടെ സാധനം എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ഇന്ന് കുറേ നടന്നു കേട്ടോ. നടക്കുന്നത് നല്ലതായിരുന്നു, ഞാൻ നടക്കും കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഉള്ള വീഡിയോസ് ഉണ്ടാവുള്ളൂ, കാരണം എനിക്ക് ആൾക്കാരെ കാണുമ്പോൾ ചെറിയൊരു കമ്മൽ കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതിൽ കയറി വേഗം പോകാം. ഓക്കെ. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ആരിലേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണുന്നത് എനിക്ക് സന്തോഷമല്ലേ. നല്ല വെയിലും ചൂടും എനിക്ക് കുഴപ്പമില്ല. ഇതിലങ്ങ് പോകണോട്ടോ നമ്മൾ. പിന്നെ ആൻറ്റീനെ കൊണ്ട് വന്ന ഇതിലാണ് കേട്ടോ. സ്റ്റെപ്പ് തന്നെ കയറണം കേട്ടോ കുറേ. ഇവിടെ വന്നിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലിതിമോൾ ഇവിടെ കിടക്കുവാണേ. അപ്പം ഞാൻ അടുത്ത് ഇങ്ങനെ ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അവിടെ പോകാൻ ഇവിടെ പോകാനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോവുക. പിന്നെ അധികം അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല, വേറെ ഒന്നുമല്ല, ഇവിടെ അത്രയും ആൾക്കാർ ഉള്ളതുകൊണ്ടൊരു ചമ്മലും മടിയൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. എന്നാലും ഞാൻ ഇടയ്ക്കൂടെയൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്, വേറെ സീനൊന്നുമില്ല. അപ്പം വേറെ ഒന്നുമില്ല, ഇനിയുള്ളതൊക്കെ കാണിച്ചു തരാം. ഒരു കുറേ പ്രാവശ്യം കയറി ഇറങ്ങി കേട്ടോ. ഇറങ്ങാൻ രസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ. കുറേ ബേബീസ് ഉണ്ട് കേട്ടോ ഇവിടെ, നല്ല കുഞ്ഞു പിള്ളേർ. ചേട്ടാ അതുകൊണ്ട് കുഞ്ഞാവനെ കാണാനായിട്ട് വെയിറ്റിങ്ങിലാട്ടോ. ഞാൻ ഇറങ്ങിയിരിക്കുന്നത് യൂറിൻ കൾച്ചറിയാണ്, അതിന് വേണ്ടിയിട്ട് എഴുതി തന്നിട്ടുണ്ട്. പിന്നെ ഇത് ബില്ലടിക്കണം കേട്ടോ. നമുക്കിത് ഇങ്ങനെ ഒരു പാസ് ഇവിടെ തരുവേ, ബൈ സ്റ്റാൻഡർക്കും ഉള്ളതാട്ടോ. പിന്നെ ഇത് കൊടുത്താലാണ് അവിടെ നമുക്ക് ബില്ലൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് സാധനം മേടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ മേടിച്ചുകൊണ്ട് വന്നാൽ പിന്നെ അത് യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. വേറെ കുറച്ച് പരിപാടിയുണ്ട്, കാണിച്ചു തരാം. ആവശ്യമുള്ള സാധനങ്ങൾ സോപ്പ് കട്ടി, ഇത് നമ്മളിത് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി ആഫ്റ്റർ ഡെലിവറിക്ക് വേണ്ടിയിട്ടുള്ള സാനിറ്ററി പാഡുകളൊക്കെ മേടിക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോവാണേ. ഉള്ള ഫുഡ് വന്നിട്ടുണ്ട്, എന്നൊക്കെ നമുക്ക് നോക്കാം. ചപ്പാത്തി ഇത് പോവത്തില്ലല്ലേ, ഇത് പുറത്തുനിന്ന് മേടിക്കിട്ട് വരും. കുറച്ച് കഴിഞ്ഞ് പോയിട്ട് വരാം. ഞാനോർത്ത് കഞ്ഞിയാണെങ്കിൽ അത്രയും വെയിറ്റോടെ ആക്കുമല്ലോ. കഞ്ഞി മേടിക്കാം. അല്ല വേറെ കുഴപ്പമില്ല. ഇത് രണ്ട് ചപ്പാത്തി എങ്ങാണ്ട് ഉള്ളൂ, സാരമില്ല, പുറത്ത് മേടിക്കാം. ഇത് മോക്ക് കടലക്കറിയും ചപ്പാത്തിയും കഴിച്ചിട്ടുണ്ട്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു, ഡ്രസ്സൊക്കെ മാറി കേട്ടോ. സെയിം മോഡൽ ഡ്രസ്സ് തന്നെയാണ്. പിന്നെ ലിതിമോളെ ECG എടുക്കാനായിട്ട് പോയേക്കാം. ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ എനിക്ക് മേടിക്കാനായിട്ട് പോകണം. അപ്പോൾ ലിതിമോൾ ECG എടുത്തിട്ട് വന്നിട്ട് മേടിക്കാൻ പോകുമെന്ന് വിചാരിച്ചു. ക്യാൻറ്റീനിൽ കഞ്ഞി മേടിക്കാൻ പോകട്ടെ. ലിതിമോൾക്ക് കഞ്ഞി, എനിക്ക് 2 ചപ്പാത്തി മേടിക്കാമെന്ന് വിചാരിച്ച് പോയി മേടിച്ചോണ്ട് വരാം. അങ്ങനെ അപ്പോൾ ക്യാൻറ്റീനിലേക്ക് നടന്നുകൊണ്ടിരിക്കാം കേട്ടോ. ഫുഡ് മേടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് നേരെ റൂമിൽ പോയിട്ട് ഫുഡ് കഴിക്കാം. നല്ല വിശപ്പുണ്ട്. 8 മണിയായി, എല്ലാ ആൾക്കാരും വീട്ടിൽ പോയി. പിന്നെ ഇവിടെ കിടക്കുന്നവർ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാനങ്ങനെ മുട്ടക്കറിയും ചപ്പാത്തിയും മേടിച്ചു. പിന്നെ മുട്ടക്കറി കണ്ടപ്പോൾ കുറച്ച് ഓയിലി ആയിരുന്നു തോന്നിയിട്ട്, അതുകൊണ്ട് ഞാൻ മുട്ടക്കറിയുടെ ചാറൊന്നും കിട്ടാതെ മുട്ട മാത്രം എടുത്ത് കഴിച്ചു. പിന്നെ ചപ്പാത്തിയും കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ ലിതിമോൾക്ക് ഞാൻ കഞ്ഞി മേടിച്ചിട്ടുണ്ടായിരുന്നു. ലിതിമോൾ കഞ്ഞിയും കുടിക്കുകയാണ്. ദിവസത്തെ പരിപാടികൾ ഇത്രയുള്ള. ഞാൻ ഫുഡ് കഴിച്ചു, ലിതിമോൾ ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. നാളത്തെ ദിവസം എന്നാ പരിപാടി എന്നൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല, ഫാനൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട്. അതെന്തായാലും അടുത്ത ദിവസം കാണാം കേട്ടോ. ഓക്കെ, ബൈ.